ഹായ് ഹലോ വെൽക്കം ടു ആൻസ് കിച്ചൺ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകളിലും പാത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു മഞ്ഞ കറ പിടിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ മഞ്ഞ കറ പിടിച്ച പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ വീട്ടിലുള്ളവർക്ക് തന്നെ തീരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുറത്തുള്ള ഒരാൾക്ക് ആ ഒരു പാത്രത്തിൽ ഫുഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സോപ്പും സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാലും ഈ കറ പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കറ ഈസി ആയിട്ട് പോക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ ടിപ്പ് വിനാഗിരിയും ഉപ്പുമാണ്. ഒരു പാത്രത്തിൽ 1 കപ്പ് വിനാഗിരിയും 1/2 കപ്പ് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാത്രത്തിലേക്ക് ഈ കറ പിടിച്ച പാത്രങ്ങൾ ഇട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വയ്ക്കുക. അതിനുശേഷം വെള്ളം തണുത്ത് കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ഒരു മൈക്രോ ഫൈബർ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കാം. രണ്ടാമത്തെ ടിപ്പ് ബേക്കിംഗ് സോഡയാണ്. 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാൻ നന്നായിട്ട്. പാത്രത്തിൽ എവിടെയൊക്കെയാണ് മഞ്ഞക്കറകൾ അവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു മൈക്രോ ഫൈബർ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക. മൂന്നാമത്തെ ടിപ്പ് നാരങ്ങ നീരാണ്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു മിക്സ് പാത്രത്തിൻ്റെ മഞ്ഞക്കറയുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. അടുത്തത് ചൂടുവെള്ളമാണ്. ഒരു ബക്കറ്റിൽ നല്ല ചൂടുവെള്ളം എടുക്കുക. പിന്നെ അതിലേക്ക് ഈ പാത്രങ്ങൾ ഇട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുക. പക്ഷേ ചൂടുവെള്ളത്തിൽ കഴുകിയത് കൊണ്ട് മാത്രം ഈ ഒരു മഞ്ഞ കറ പോയി കിട്ടില്ല. പക്ഷേങ്കിൽ പാത്രങ്ങളൊക്കെ പാത്രത്തിൽ അണുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് നശിച്ചു പോകാൻ ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.